ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ള ലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് S1 BTech ഫിസിക്സിലെ വേവ്സ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേവ്സിൻ്റെ ചാപ്റ്ററിലേക്ക് പോകാം. നമുക്കറിയാം രണ്ട് ടൈപ്പ് വേവ്സ് ഉണ്ട്, ലോങ്ങിറ്റ്യൂഡിനൽ വേവും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് വേവും. ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ വൈബ്രേഷൻ ഈസ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ വൈബ്രേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പാർട്ടിക്കിൾ വൈബ്രേഷന് പാരലായിട്ടാണ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ എങ്കിൽ അതിനെ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്നും, പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്കിൽ അതിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്നും പറയുന്നു. ഇങ്ങനെ രണ്ടായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഞാൻ അതിൻ്റെ കുറച്ച് ഡിഫറൻസുകൾ നോക്കാം. ഇങ്ങനെയാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ മോഷൻ എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ട്. ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്ഷൻ പ്രൊപ്പഗേഷന് പാരലായിട്ട്. ഇനി ഇതിന് ട്രസ്റ്റും ട്രഫും ഉണ്ട്. ഇതിനെന്ന് പറഞ്ഞാൽ കംപ്രഷൻ ആൻഡ് റെയർഫേഷൻ ആണുള്ളത്. ഹാവ് കംപ്രഷൻ ആൻഡ് റെയർഫേഷൻ. ഓക്കെ, ഇതിനൊരു എക്സാമ്പിളാണ് സൗണ്ട് വേവ്. ഇതിനൊരു എക്സാമ്പിളാണ് ട്രാൻസ്വേഴ്സ് വേവിനൊരു എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. പിന്നെ ഈ രണ്ടെണ്ണവും ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് അങ്ങനെയുള്ള ഫിനോമിന രണ്ടുപേരും കാണിക്കുന്നതാണ്. ഓക്കെ, ബോത്ത് വേവ്സ് എക്സിബിറ്റ് റിഫ്ലക്ഷൻ ആൻഡ് സ്കാറ്ററിങ് എക്സെട്ര. പിന്നെ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഫിനോമിനാണ്. അത് ട്രാൻസ്വേഴ്സ് വേവ് മാത്രമാണ് എക്സിബിറ്റ് ചെയ്യുന്നുള്ളത്. ലോങ്ങിറ്റ്യൂഡിലാണെങ്കിൽ പോളറൈസേഷൻ ഇല്ല. ഓക്കെ, പിന്നെ ഫേസ് ഡിഫറൻസ് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം φ = 2π/λ × Δh. ഓക്കെ, പിന്നെ അടുത്തൊരു ടൈമാണ് വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് വെലോസിറ്റി ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡിസ്റ്റർബൻസ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അത് നോക്കി വയ്ക്കുക. v = ω/k. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് നോക്കാനുണ്ട്, ഡെറിവേഷൻ. അതെല്ലാവരും മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇതിൻ്റെ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ചോദിക്കുന്ന ഒരു ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് സ്ട്രെച്ച്ഡായിട്ട് ഉള്ള കണ്ടീഷൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസിനെ എന്ന്, ഇവിടെ ഒരു പോയിൻറ്റ് P1 ഇവിടെ ഒരു പോയിൻറ്റ് P2 എടുക്കുന്നത്. നമ്മൾ ഈ P1 എന്നുള്ളത് ഡിസ്റ്റൻസിലും P2 എന്ന് പറയുന്നത് h + ഡിസ്റ്റൻസിലാണെന്ന് എടുക്കുന്നു. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ Δh. പിന്നെ ഇവിടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നു T. അപ്പോൾ ഇതിൻ്റെ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് T cos θ2 ആയിട്ട് എടുക്കുന്നു. ഇവിടെ T sin θ2 ആയിട്ട് എടുക്കുന്നു. ഇവിടെ ടെൻഷൻ ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡായിട്ട് ഇതിൻ്റെ തീറ്റ കമ്പോണൻ്റ് എന്ന് പറയുന്നത് θ1 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ T cos θ1 T sin θ1. അപ്പോൾ ഇതിനെ വെർട്ടിക്കൽ ഫോഴ്സുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് വരും? F = T sin θ1 - T sin θ2 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും വെർട്ടിക്കൽ ഫോഴ്സുകളിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ. ഇനി നമുക്കറിയാം, നമുക്ക് അസ്യൂം ചെയ്യാം θ1 ഉം θ2 വളരെ സ്മാളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് sin θനെ tan θ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് മാറി? tan θ2 - tan θ1 ആയില്ലേ. ഇനി tan θ2 എന്ന് പറയുന്നത് ഇവിടുത്തെ അല്ലേ, അതിന് നമുക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയും. ∂φ/∂h അറ്റ് ദ പോയിൻറ്റ് h + Δh എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ലേ. അതുപോലെ തന്നെ tan θ1 നമുക്ക് ∂φ/∂h അറ്റ് ദ പോയിൻറ്റ് ഓഫ് h എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരുവേ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? F = T × ∂φ/∂h അറ്റ് ദ പോയിൻറ്റ് ഓഫ് h + Δh - T × ∂φ/∂h at h എന്ന് എഴുതാൻ പറ്റില്ലേ. നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ Δh ആണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അങ്ങനെ എഴുതിയത്. ഇനി നമുക്ക് m എന്ന ടേമിനെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. P1 P2 എന്ന ലെങ്ത് ഞാൻ പറഞ്ഞു Δh ആണ്. അപ്പോൾ ഫോഴ്സ് ഓൺ ദ എലമെൻറ്റ് P1 P2 ഓഫ് ലെങ്ത് Δh നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനാണ് സ്മാൾ എം ഇട്ടത്. അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? m × Δh അല്ലേ. അപ്പോൾ m Δh × ∂² φ/∂t² എഴുതിക്കൂടെ. അപ്പോൾ ഈ രണ്ടിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. F = ഇതിനെ ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇതിനെ T/m പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ m/t ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ടേമല്ലേ കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിൽ പഠിച്ച ഈ ഫോം അല്ലേ, dF/dh = limit of h → 0 f of h + h - f of h/h. അപ്പോൾ ഇതിനായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് m/t × ∂² φ/∂t² = ∂/∂h of ∂φ/∂h എന്നുള്ള ടൈമല്ലേ ഇവിടെ റിപ്പീറ്റ് ആയത്. അപ്പോൾ നമുക്ക് ∂φ/∂h എന്നല്ലേ ഇവിടെ വരും IFൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഇതെന്തായി? ∂² φ/∂h² ആയില്ലേ. അപ്പോൾ ഈ m/tയുടെ ഡയമെൻഷൻ എന്താണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം നമുക്ക്. m എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ. അപ്പോൾ m/l ഡയമെൻഷൻ.
പിന്നെ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻². അത് ചെയ്യുമ്പോൾ നമുക്ക് 1/v² ഡയമെൻഷനായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ 1/v² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ 1/v² എന്നിട്ട് കൊടുക്കുന്നു. ∂² 5/∂h² ഒരു സൈഡിലേക്ക് എത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ 1/v², ∂² 5/t² എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? ഇതാണ് ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് ഇത്ര എഴുതിയിട്ട് ഈ ഡെറിവേഷൻ എടുത്തരുത്, നമ്മൾ ഇതുവരെ എഴുതണം. അതായത് ഇത് നമുക്ക് വെലോസിറ്റി ഓഫ് ദ വേവ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ 1/v² എന്ന് പറഞ്ഞാൽ m/t അല്ലേ, v എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ √t/m. അങ്ങനെ വെലോസിറ്റി ഓഫ് എ വേവ് എന്ന് പറയുന്നത് √t/m വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/12 √t/m. ഓക്കെ, ഇത് നോക്കി വയ്ക്കുക. ഫ്രീക്വൻസി = 1/12 √t/m. ഇതുവരെ എഴുതുക. ഓക്കെ, എസ് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.